ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായല്ലേ ഇരിക്കുന്നത്? ഈശോയും ആഗ്രഹിക്കുന്നത് നിങ്ങൾ സുഖമായും സന്തോഷമായിരിക്കാനാ. നിങ്ങൾ സുഖമായി സന്തോഷമായിരിക്കുന്നത് കാണുമ്പോഴും ഈശോയ്ക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? അപ്പോൾ ഈശോ ഒത്തിരിയധികം സന്തോഷിക്കുന്നുണ്ടല്ലേ? നമ്മളെ എല്ലാ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിച്ച ഈശോയ്ക്ക് നമുക്കൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ചേ. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളിന്ന് ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അറിയുവാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങളുടെ അധ്യാപകരെയും എല്ലാം അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും ഇരുന്നു. സുഖമല്ലേ? സാറ് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച പാഠഭാഗങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സാർ 1-2 ഹോംവർക്കൊക്കെ തന്നായിരുന്നു. അത് നിങ്ങളെല്ലാം ചെയ്തോ? 1-2 പേര് ചെയ്തിട്ടില്ല. അത് സാറിനറിയാം. കുറച്ച് പേരൊക്കെ ചെയ്യാത്തതുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. സാറ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. അപ്പോഴാ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി നമ്മൾ വളരുന്നത്. ഈശോയെ അനുഭവിച്ച ജനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല മക്കളായി, ഈശോയുടെ കുഞ്ഞു മക്കളായി തീരണമെങ്കിൽ സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. എന്തിനെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോയെക്കുറിച്ചാണ് പഠിച്ചത്, അല്ലേ? എന്താ ദൈവരാജ്യം എന്ന് പഠിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മിടുക്കരാ, നിങ്ങൾ ഓർക്കുന്നുണ്ട്. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പിന്നെയോ, ദൈവത്തെ പിതാവായും മനുഷ്യവംശത്തെ മുഴുവൻ സഹോദരങ്ങളായും കണ്ട് സ്നേഹിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ദൈവരാജ്യം, അല്ലേ? നമ്മൾ പഠിച്ചു. നമ്മളെല്ലാവരും ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണെന്ന് പഠിച്ചു, അല്ലേ? അതുപോലെ 5 കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈശോ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചതെന്ന് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ദരിദ്രർക്ക് സുവിശേഷം, അന്ധർക്ക് കാഴ്ച, ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം. ഇങ്ങനെ 5 കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നമ്മുടെ ഇടയിൽ പ്രസംഗിച്ചതെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? മിടുക്കരാണ്. നിങ്ങളെല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദൈവീക മഹത്വം വെളിപ്പെടുത്തിയ ഈശോയെക്കുറിച്ചാണ്. എന്തിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദൈവീക മഹത്വം വെളിപ്പെടുത്തിയ ഈശോ എങ്ങനെയാണ് ദൈവപിതാവിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയതെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. ദൈവപിതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കണം, അല്ലേ? എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ജോസഫിന് അറിയാമല്ലോ. എന്താ ജോസഫെ പറഞ്ഞത്? അത്ഭുതങ്ങളിലൂടെ. മിടുക്കനാ കേട്ടോ. അത്ഭുതങ്ങളിലൂടെയാണ് ഈശോ ദൈവിക മഹത്വം വെളിപ്പെടുത്തിയത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ ദൈവിക മഹത്വം വെളിപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് വിവരിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് ശ്രവിക്കാം. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. ദൈവവചനമാണിത്. ദൈവം നമ്മോട് സംസാരിക്കുന്ന, തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന, അല്ലേ? വളരെ ശ്രദ്ധയോടെയും വളരെ ഭക്തിയോടെയും സാറ് തിരുവചനം വായിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായമാണ്. 1 മുതലുള്ള തിരുവചനങ്ങളാണ്. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു.
ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എല്ലാവരും ഒന്ന് വച്ചേ പറഞ്ഞേ, നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമ്മൾ തിരുവചനത്തിൽ കണ്ടത് ദൈവിക മഹത്വം വെളിപ്പെടുത്തി ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. തിരുവചനത്തിൽ കാനായിലെ വിവാഹ വിരുന്നിനെ കുറിച്ചാണ്. നമുക്ക് കാനായിലെ വിവാഹ വിരുന്ന് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. മൂന്നാം ദിവസം ഗലീലയിലെ കാന എന്നു പേരുള്ള ഗ്രാമത്തിൽ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് യേശുവിനോട് പറഞ്ഞു. അതിന് യേശു, സ്ത്രീയെ, നമുക്കിതിലെന്ത് കാര്യം? എൻ്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല എന്നുത്തരം പറഞ്ഞു. യേശുവിൻ്റെ അമ്മ വേലക്കാരോട്, അദ്ദേഹം നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുക എന്ന് പറഞ്ഞു. അവിടെ യഹൂദർ ആചാരപരമായ ശുദ്ധീകരണത്തിന് വെള്ളം നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്നതും 100 ലിറ്ററോളം വെള്ളം കൊള്ളുന്നതുമായ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. യേശു വേലക്കാരോട്, ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അവർ ഭരണികളുടെ വക്കുവരെ വെള്ളം നിറച്ചു. തുടർന്ന്, ഇനി ഇതിൽ നിന്ന് കുറച്ച് പകർന്ന് കലവറക്കാരന് കൊടുക്കുക എന്ന് അദ്ദേഹം കൽപ്പിച്ചു. അവർ അങ്ങനെ ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി തീർന്ന വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് വേലക്കാർക്ക് അറിയാമായിരുന്നുവെങ്കിലും അയാൾക്കറിയില്ലായിരുന്നു. കലവറക്കാരൻ മണവാളനെ അരികിൽ വിളിച്ച്, എല്ലാവരും അതിഥികൾക്ക് ആദ്യം ഏറ്റവും നല്ല തരം വീഞ്ഞും പിന്നീട് അതിഥികൾ ആവശ്യത്തിലേറെ കുടിച്ചു കഴിഞ്ഞ ശേഷം സാധാരണ തരത്തിലുള്ള വീഞ്ഞും വിളമ്പുന്നു. എന്നാൽ താങ്കൾ ഏറ്റവും നല്ലത് ഇതുവരെയും സൂക്ഷിച്ചു വച്ചിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു ഗലീലയിലെ കാനായിൽ വെച്ച് അത്ഭുത ചിഹ്നങ്ങളുടെ ആരംഭമായി ഇത് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അങ്ങനെ ശിഷ്യന്മാർ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. നമ്മൾ കണ്ടു കാനായിലെ വിവാഹം എങ്ങനെയായിരുന്നെന്ന്. കല്യാണം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? എന്താ കാരണം? ബിരിയാണി ഉണ്ട്, പിന്നെ ഐസ്ക്രീം ഉണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്. നമ്മൾ അടിച്ച് പൊളിച്ച് കല്യാണം കൂടും. ഇതുപോലെ കാനായിലെ വിവാഹവും വലിയ അടിച്ച് പൊളിച്ച് സുന്ദരമായി നമ്മൾ വീഡിയോയിൽ കണ്ടു അല്ലേ. നല്ല നൃത്തമൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു വിവാഹ വിരുന്നാണ് നമ്മൾ കണ്ടതല്ലേ. ആ വിവാഹ വിരുന്നിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അറിയാവോ നിങ്ങൾക്ക്? ബിരിയാണി ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു പറഞ്ഞു. സ്റ്റീഫ മിടുക്കനാണല്ലോ. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. തിരുവചനം സ്റ്റീഫൻ നല്ലതുപോലെ ശ്രദ്ധിച്ചു കേട്ടു. എന്താ മക്കളെ പ്രത്യേകത? യേശുവിൻ്റെ അമ്മ എവിടെ ഉണ്ടായിരുന്നു, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വലിയൊരു പ്രത്യേകതയല്ലേ? വലിയ പ്രത്യേകതയാ. എന്നിട്ടോ പിന്നെ നമ്മൾ കാണുന്നത് തിരുവചനത്തിലും വീഡിയോയിലും ഒക്കെ കണ്ടു. എന്താ കണ്ടത്? അവരുടെ വീഞ്ഞ് തീർന്നു പോയി. വിവാഹ വിരുന്നിലെ വീഞ്ഞ് തീർന്നു പോയി. നമ്മുടെയൊക്കെ കല്യാണത്തിന് ബിരിയാണി തീർന്നിരിക്കുന്നത് പോലെയാ, ബിരിയാണി തീർന്നു പോകുന്ന പോലെയാ. ഒത്തിരി ആളെ വിളിച്ചിട്ട് കൊടുക്കാൻ ബിരിയാണിയില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടല്ലേ, വിഷമമാവും അല്ലേ. ഇതുപോലെ ഈ ഗലീലയിലെ കാനായിൽ നടന്ന വിവാഹത്തിന് അവരുടെ യഹൂദരുടെ പ്രധാന പാനീയമായിരുന്നു, നമ്മുടെ ബിരിയാണിയൊക്കെ പോലെ പ്രധാന പാനീയമായിരുന്നു വീഞ്ഞെന്ന് പറയുന്നത്. ഈ വീഞ്ഞ് തീർന്നു പോയി. വീട്ടുകാരെല്ലാവരും വളരെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധി അമ്മ ഇടപെടുകയാ. പരിശുദ്ധി അമ്മ കലവറയിലേക്ക് ചെന്നു. ആരും പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. ആരും പറയാതെ കലവറയിൽ ചെന്നിട്ട്, എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചു. എന്താ വിഷമിച്ചിരിക്കുന്നേ
എന്നവരോട് ചോദിക്കുക. അവരുടെ വീഞ്ഞ് തീർന്നു പോയെന്ന് അറിഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മ വന്ന് ഈശോയോട് പറയുക. എന്താ പറഞ്ഞേ? അവർക്ക് വീഞ്ഞില്ല. ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ പരിശുദ്ധി അമ്മ ഈശോയുടെ അടുത്ത് വന്ന് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. ഈശോ അന്നേരം പരിശുദ്ധി അമ്മയോടൊരു വാക്ക് പറയുന്നുണ്ട്. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്താ പറഞ്ഞ്? ഒന്ന് പറഞ്ഞേ, എല്ലാവരും കൂടെ ഒന്ന് ഒച്ചേ പറഞ്ഞേ. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഈശോ പറഞ്ഞതേ എനിക്കും നിനക്കും എന്തെന്നാ, അല്ലാതെ എനിക്കെന്തെന്നല്ല. പരിശുദ്ധി അമ്മയും കൂടെ കൂട്ടുപിടിക്കുക ഈശോ. പരിശുദ്ധി അമ്മയും കൂടെ കൂട്ടുപിടിച്ചിട്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പരിശുദ്ധി അമ്മ ഇതൊന്നും വകവെച്ചില്ല. പരിശുദ്ധി അമ്മ പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. എന്താ പറഞ്ഞത്? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ആര് പറയുന്നത് പോലെയാ? ഈശോ പറയുന്നത് പോലെ ചെയ്യുവാൻ പറഞ്ഞു. വേഗം ചെന്ന് ഈശോയുടെ അടുക്ക ചെന്നു. ഈശോയുടെ അടുക്ക ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യണം? അപ്പോൾ ഈശോ പറയുകയാണ്, ആ കൽഭരണികളിലെല്ലാം വെള്ളം കോരി നിറയ്ക്കാൻ ആരോട് പറഞ്ഞു? അവിടുത്തെ പരിചാരകരോട് പറഞ്ഞു. പരിചാരകര് ഈശോ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്തു ചെയ്തു? 6 കൽഭരണികളിലും വെള്ളം കോരി വക്കോളം നിറച്ചു. അവരൊരു ശങ്കയും ചിച്ച. എന്നിട്ട് പരിചാരകർ വീണ്ടും ഈശോയുടെ അടുത്തേക്ക് ചെന്നു. ഈശോ പരിചാരകരോട് പറഞ്ഞു, അത് പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അവർ വേഗം ഈ പച്ചവെള്ളം ഈ ഭരണികളിൽ നിന്നും പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. കലവറക്കാരൻ രുചിച്ച് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അത് മേൽത്തരം വീഞ്ഞായി അനുഭവപ്പെട്ടു അല്ലേ? അയ്യോ, എന്തൊരു അത്ഭുതമാ! ഭയങ്കര അത്ഭുതമല്ലേ? അത് മേൽത്തരം വീഞ്ഞായി, പച്ചവെള്ളം വീഞ്ഞായി അല്ലേ? എന്നിട്ട് ഈ കലവറക്കാരൻ മണവാളിനെ വിളിച്ച് പറയുകയാണ്, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ ഇത്രയും വീര്യമുള്ള വീഞ്ഞ്, ഇത്രയും മേൽത്തരം വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചത് എന്താണെന്ന് ചോദിക്കുക. എന്തൊരു അത്ഭുത സംഭവം അല്ലേ? ദൈവിക മഹത്വം ഈശോ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 2-3 കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിന്തിക്കാനുണ്ട്. എന്തായിരുന്നു ആ വിവാഹ വിരുന്നിൻ്റെ പ്രത്യേകത എന്ന് സ്റ്റീഫൻ നമ്മളോട് പറഞ്ഞു. എന്തായിരുന്നു? ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ഈശോയെ ക്ഷണിക്കണം. നമ്മുടെ ജീവിതമാകുന്ന ഒരു വിവാഹ വിരുന്നാണ് നമ്മുടെ ജീവിതം കേട്ടോ. ഈ നമ്മുടെ ജീവിതമാകുന്ന വിവാഹ വിരുന്നിലേക്ക് ആരെ ക്ഷണിക്കണം? ഈശോയെ ക്ഷണിക്കണം. എപ്പോഴാണ് ഈശോയെ ക്ഷണിക്കേണ്ടത്? വീഞ്ഞ് തീർന്നു പോകുമ്പോഴാണോ? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണോ? അല്ല, അവർ വീഞ്ഞ് തീർന്നു പോയെന്ന് അറിഞ്ഞിട്ടോ, വീഞ്ഞ് തീർന്നു പോകുമെന്ന് അറിയുമായിട്ടോ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിട്ടോ ഒന്നും അല്ല ഈശോയെ ക്ഷണിച്ചത്. അവർ നേരത്തെ ഈശോയെ വിരുന്നിന് ക്ഷണിച്ചു. പരിശുദ്ധ അമ്മ അവിടെ സന്നിഹിതമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരമുണ്ടാകുന്നത്. പരിശുദ്ധ അമ്മ കണ്ടോ, അവരുടെ കലവറയിൽ പരിഭ്രാന്തി പടർന്നപ്പോൾ പരിശുദ്ധ അമ്മ ചെന്ന് ഇടപെടുക. അവർ പറഞ്ഞിട്ടല്ല. നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ബുദ്ധിമുട്ടുകളുണ്ടായാലും നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ, എല്ലാം തകർന്നു എന്ന് വിചാരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടും. പരിശുദ്ധ അമ്മ ഇടപെട്ട് തൻ്റെ തിരുക്കുമാരനോട് ചെന്ന് പറയും, ഇതാ ജോസഫിൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നമാണ്, നീ ഇടപെടണം, ഇടപെട്ടേ പറ്റൂ. എലിസബത്തിൻ്റെ വീട്ടിൽ തകർച്ചകളാ, നീ ഇടപെടണം എന്ന് ആര് പറയും? പരിശുദ്ധ അമ്മ പറയും. പരിശുദ്ധ അമ്മ പറഞ്ഞാൽ ആരിടപെടും? ഈശോ ഇടപെടും. അതുപോലെ മറ്റൊരു കാര്യം സാറിന് പറയാനുള്ളത്, പച്ചവെള്ളമാണ് വീഞ്ഞാക്കിയതല്ലേ? ഈശോ പച്ചവെള്ളമാണ് വീഞ്ഞാക്കിയത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വെറും പച്ചവെള്ളം പോലെ ചില സമയങ്ങളിൽ. എന്താ, നമ്മുടെ വീട്ടിലും പച്ചവെള്ളം പോലെ, സ്കൂളിൽ പച്ചവെള്ളം പോലെ, നമ്മൾ ഇടപെടുന്നിടത്ത് പച്ചവെള്ളം പോലെ ഒരു ഗുണവുമില്ല. പക്ഷേ ഈശോ ഇടപെട്ട് കഴിയുമ്പോൾ പച്ചവെള്ളം എന്താകും? വീഞ്ഞാകും. വീഞ്ഞ് കുടിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, അവിടെ ലഹരി ഉണ്ടാകും, സന്തോഷ നൃത്തമാടുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടല്ലേ? ഇതുപോലെ നമ്മുടെ സാമീപ്യം അനുഭവിക്കുന്നവർക്ക് ഇതുപോലെ ലഹരി പിടിക്കണം, ഈശോയെക്കുറിച്ചുള്ള ലഹരി പിടിക്കണം. അതുകൊണ്ട് ഈശോ പറയുന്നത് പോലെ ചെയ്യുവിനെന്നാണ് ഈശോ പരിശുദ്ധ അമ്മ പരിചാരകരോട് പറഞ്ഞത്. എന്താ? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ആരായിരുന്നു? ഈശോ നിങ്ങളോട് പറയുന്നത് പോലെ.
ഈശോ നമ്മളോട് പറയുന്നത് പോലെ ചെയ്യണം. ഓരോ മക്കളും എങ്ങനെ ഈശോ പറയുന്നത് പോലെ ചെയ്യണ്ടേ? തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കും. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മോട് സംസാരിക്കും. അങ്ങനെ എന്താണോ കുഞ്ഞുങ്ങളായ നമ്മളോട് ഈശോ പറയുന്നത് അതുപോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മളും ഈ കാനായിലെ വിവാഹ വിരുന്നിൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കും. ആര്? ഈശോ അത്ഭുതം പ്രവർത്തിക്കും. അത്ഭുതം പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? കാനായിലെ വീഞ്ഞു പോലെ നമ്മുടെ ജീവിതവും മധുരമുള്ളതായി തീരും. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു കാനായിലെ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം. മക്കൾ മറന്നു പോകരുത്. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം ഏതായിരുന്നു? കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം. നമ്മുടെ എല്ലാം പരീക്ഷയ്ക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരും കേട്ടോ. ഈശോയുടെ ആദ്യത്തെ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ കുഞ്ഞുങ്ങളും മറന്നു പോകരുത്, വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഈശോയെ നേരത്തെ ക്ഷണിക്കണം. മാതാവിനെ നമ്മൾ ക്ഷണിക്കണം, മാതാവിനോട് പ്രാർത്ഥിക്കണം. മാതാവ് നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈശോ കടലിനെ ശാന്തമാക്കിയ അത്ഭുതമാണ്. ഈശോ കടലിനെ ശാന്തമാക്കിയ അത്ഭുതം അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ വീഡിയോ ഒന്ന് കണ്ടേ. അന്ന് വൈകുന്നേരം യേശു ശിഷ്യന്മാരോട് നമുക്ക് തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. ജനക്കൂട്ടത്തെ വിട്ട് അവർ ഇരുന്ന വള്ളത്തിൽ തന്നെ അദ്ദേഹത്തെ അക്കരയ്ക്ക് കൊണ്ടുപോയി. മറ്റു വള്ളങ്ങളും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഉഗ്രമായൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. തിരകൾ വള്ളത്തിനുള്ളിലേക്ക് അടിച്ചു കയറി. അത് മുങ്ങാറായി. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അദ്ദേഹത്തെ ഉണർത്തിയിട്ട്, ഗുരുവേ, ഞങ്ങൾ മുങ്ങി മരിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. തിരകളോട് അടങ്ങുക, ശാന്തമാകുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ കാറ്റ് നിലച്ചു, എല്ലാം പ്രശാന്തമായി. അദ്ദേഹം ശിഷ്യന്മാരോട്, നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത് എന്തിന്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു. അവർ വളരെ ഭയവിഹുലരായി. ഇദ്ദേഹം ആരാണ്? കാറ്റും തിരകളും പോലും ഇദ്ദേഹത്തെ അനുസരിക്കുന്നല്ലോ എന്ന് പരസ്പരം പറഞ്ഞു. കണ്ടു അല്ലേ? ഗലീലിയ തടാകം. ഗലീലിയ തടാകത്തിൽ ഈശോ ശിഷ്യരോട് പറയുന്നത് നമുക്ക് മറുകരയിലേക്ക് പോകാമെന്നാ. ഈശോ ശിഷ്യരോട് പറയുന്നത് നമുക്ക് മറുകരയിലേക്ക് പോകാമെന്നാ. ഈശോ വഞ്ചിയിൽ കയറി, ശിഷ്യരും വഞ്ചിയിൽ കയറി ഒരുമിച്ച് മറുകരയിലേക്ക് പോകുമ്പോൾ ഈശോ നമ്മൾ കണ്ടു അതിൻ്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞ്. ഈശോ ഉറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ശാന്തമായി ഒഴുകിയിരുന്ന ഗലീലിയ തടാകം പ്രക്ഷുബ്ധമായി. വലിയ കൊടുങ്കാറ്റടിച്ചു. തിരമാലകൾ വഞ്ചിയിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങി. അപ്പോൾ അവർ വേഗം ഈശോയെ തട്ടി വിളിച്ചു, ഗുരോ ഗുരോ എഴുന്നേൽക്ക്, ഞങ്ങൾ നശിക്കാൻ പോവുകയാ, നീ ഇതൊന്നും കാണുന്നില്ലേ, ഞങ്ങൾ നശിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഈശോ എഴുന്നേറ്റു. കടലിനെ ശാസിച്ചുകൊണ്ട്, കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. എന്താ പറഞ്ഞത്? കാറ്റിനോട് എന്താ പറഞ്ഞത്? അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞു. കാറ്റ് അടങ്ങി, കടൽ ശാന്തമായി. അതാ നമ്മൾ വീഡിയോയിൽ കണ്ടതല്ലേ? എന്തൊരു അത്ഭുതമാ. എന്നിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. എന്താ ശിഷ്യന്മാർ ചോദിച്ചത്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നവല്ലോ എന്ന് ചോദിച്ചു. ഈശോ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങുന്നത്, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുമക്കളെ പ്രതിസന്ധികളുണ്ടാകും. ഈശോ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഗലീലിയ തടാകം പോലെ നമ്മുടെ ജീവിതവും ശാന്തമായിരിക്കും. നമ്മൾ കണ്ടല്ലേ? ഈശോ വേറൊരു കാര്യം പറയുകയാണ്. ആദ്യം ശിഷ്യരോട് പറയുന്നത് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞത്. നമുക്ക് അക്കരയ്ക്ക് പോകാം. പക്ഷേ ശിഷ്യന്മാർ ഈ കടൽ ക്ഷോഭിച്ചപ്പോൾ, ആഞ്ഞടിച്ചപ്പോൾ ഈശോയെ വിളിച്ചിട്ട് പറയുന്നു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നുവെന്നാണ് പറയുന്നത്. ഈശോയെ അത് കൂട്ടുന്നില്ല. ഈശോ എപ്പോഴാണോ നമ്മുടെ കൂടെയുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതവും ശാന്തമാകും. അപ്പോൾ എന്ത് സംഭവിക്കണം?
ഈശോ നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങാൻ പാടില്ല. എങ്ങനെയാണ് ഉറങ്ങാതിരിക്കേണ്ടത്? ഈശോയെ നമ്മൾ നിരന്തരം വിളിച്ചുണർത്തണം. സ്വർഗസ്നായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് ഉറങ്ങാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് ഉറങ്ങാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് ഉറങ്ങാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ഈശോയ്ക്ക് ഉറങ്ങാൻ സാധിക്കുമോ? ഇല്ല. ഇതുപോലെ ഈശോയുമായിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്ന മക്കളായി എൻ്റെ കുഞ്ഞു മക്കൾ തീരണം. അപ്പോൾ ഈശോ എന്തു ചെയ്യും? എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണർന്നിരിക്കുന്ന ഒരു ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അപ്പോൾ ഗലീലി തടാകം പോലെ ശാന്തമായ ഒരു ജീവിതം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈശോ ഉറങ്ങാൻ കടൽ ശോഭിച്ചതുപോലെ, ഗലീലിയ തടാകം ശോഭിച്ചതുപോലെ നമ്മുടെ ജീവിതവും ശോഭിക്കും. നമുക്കറിയാം, ഈശോയുടെ മരണശേഷം പത്രോസ് എന്ത് സംഭവിച്ചു? മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോയി. തിബേരിയസ് കടൽ തീരത്ത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. രാത്രി മുഴുവനും വലയിട്ടിട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ പ്രഭാതമായപ്പോൾ ഈശോ വന്ന് അവിടെ വലയിടാൻ പറഞ്ഞു. 153 തരം മത്സ്യങ്ങൾ വലിച്ചു കയറ്റിയ സംഭവം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ എപ്പോഴെല്ലാമാണോ നമ്മുടെ ജീവിതത്തിൽ അകന്നിരിക്കുന്നത് അപ്പോഴെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകും. ഈശോ അടുത്തിരുന്നാൽ പ്രതിസന്ധികൾ ഉണ്ടാകുകയില്ല. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കേണ്ടത്. തകർന്നു പോകുകയില്ല. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മുടെ ജീവിതം തകർന്നു പോകുകയില്ല. ആര് കൂടെ ഉണ്ടെങ്കിൽ? ഈശോ കൂടെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഈശോയെ എപ്പോഴും നമ്മുടെ കൂടത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ഈശോയെ എപ്പോഴും വിളിച്ചുണർത്തുന്ന കുഞ്ഞു മക്കളായിരിക്കണം. നമ്മൾ ഇന്ന് പഠിച്ച പാഠങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണെന്ന്? ഈശോ കാനായിലെ കല്യാണത്തിന് അത്ഭുതം പ്രവർത്തിച്ചതാണ്. രണ്ടാമത് കടലിനെ ശാന്തമാക്കിയതാണ്. ഇതിന് നമ്മൾ എന്താ പഠിച്ചത്? ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് തകർച്ചകൾ ഉണ്ടാകുകയില്ല. ഇതാ നമ്മൾ പഠിച്ചല്ലേ. ഇനി വഴി കാട്ടാൻ ഒരു തിരുവചനം സാറ് പറയുകയാണ്. എല്ലാവരും കാണാതെ ഇപ്പോൾ തന്നെ അത് പഠിക്കണം. നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? മാർക്കോസ് 4:40. എന്താ പറഞ്ഞത്? ആര് പറഞ്ഞതാ? ഈശോ പറഞ്ഞതാ അല്ലേ? ശിഷ്യരോട് ഈശോ പറഞ്ഞതാ. നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ഈശോ നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമ്മളിത് കേൾക്കണം. നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? പഠിച്ചില്ലേ നിങ്ങൾ? അതുപോലെ സാർ 2 ഹോംവർക്ക് തരികയാണ്. അത് നിങ്ങൾ എഴുതണം. എഴുതിയിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം. 2 ചോദ്യങ്ങളാണ് സാർ തരുന്നത്. ഒന്ന്, കാനായിൽ അത്ഭുതം ചെയ്യാൻ ഈശോയെ പ്രേരിപ്പിച്ചത് എന്താ? നമ്മൾ പഠിച്ചു അല്ലേ? പരിശുദ്ധ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച ഈശോ കാനായിൽ ആദ്യത്തെ അത്ഭുതം ചെയ്തതല്ലേ? അത് പാഠപുസ്തകത്തിൽ ഉണ്ട്. അത് നിങ്ങൾ വായിച്ച് നോട്ട് എഴുതണം. 2, ഈശോ കടലിനെ ശാന്തമാക്കിയപ്പോൾ ശിഷ്യന്മാർ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? എന്താ, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ എന്നല്ലേ നമ്മൾ കണ്ടത്? അത് നിങ്ങൾ ബുക്കിലേക്ക് എഴുതണം. ബുക്കിലേക്ക് എഴുതിയിട്ട് സാറിന് അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കണം. സാർ ആദ്യമേ പറഞ്ഞു, ഈ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈശോയെ എപ്പോഴും ഉണർത്തി നമ്മുടെ ഹൃദയത്തിൽ ഈശോ വസിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു തകർച്ചയും ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ആ ഈശോയെ എപ്പോഴും പ്രാർത്ഥനയിൽ, എല്ലാ പരാജയങ്ങളിലും, പ്രത്യേകിച്ച് പരാജയങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഉണർന്ന് പ്രവർത്തിക്കും. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഈശോയോട് പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വളരണം. നമുക്ക് ആ ഈശോയോട് ഒന്നോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്നുണ്ട്. നമ്മൾക്ക് കണ്ണുകൾ അടച്ചു പിടിച്ച് കൈകൾ കൂപ്പി പിടിച്ച് നമുക്കൊന്നോടെ പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് എപ്പോഴും വസിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ അവയെ അങ്ങ് തന്നെ ഏറ്റെടുത്ത് അവയ്ക്കെല്ലാം അങ്ങ് പരിഹാരം നൽകണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥ ഞങ്ങൾ യാചിക്കുകയാണ്. അമ്മ കാനായിലെ കല്യാണത്തിൽ ഇടപെട്ട പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ പരാജയങ്ങളിലും, എല്ലാ തകർച്ചകളിലും അമ്മ തിരുക്കുമാരൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ഈശോ നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്. എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് സാറ് ആശംസിക്കുന്നു. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.